എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജസ്റ്റ് ആദ്യം തന്നെ നമുക്ക് ഗോൾഡിൻ്റെ വീക്കിലി ലെവലിലേക്ക് പോകാം. അതിനുശേഷം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോറി, ഞാൻ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ലെവൽ കിട്ടിയിട്ടില്ല യൂട്യൂബിൽ. അപ്പോൾ ഞാൻ എൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ എവിടെയും ഞാനത് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ജൂലൈ 20 മൺഡേ, ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഗോൾഡിൻ്റെ സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും കൊടുക്കുന്ന OINDയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. അതിൻ്റെ ബേസിലാണ് ട്രേഡ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളെ ബൈ ആക്റ്റീവ് ആകുന്നത് 26ൻ്റെ അപ്പോൾ. ഓക്കെ, 26 ആണ് നമ്മളെ ലെവൽസ്, 26.160. അപ്പോൾ അതിൻ്റെ മേലെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ബൈ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ബൈ ആക്റ്റീവ് ആയത് എവിടെയാണ്? ഇതിൻ്റെ മേലെ ആക്റ്റീവായി റീടെസ്റ്റ് നമ്മളെ ലെവലിൽ വരണം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ SL എന്ന് പറയുന്നത് 4001.6 ആയിരിക്കും നമ്മളെ SL വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് SLൻ്റെ എത്ര പോയിൻറ്റ്? ഏകദേശം 1 പോയിൻറ്റ് 2 പോയിൻറ്റ് മേലെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറി പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10-25 ഓക്കെ ലെവൽ കുറച്ച് ഇറക്കിയിട്ടുള്ളത് ഒരു 25 പോയിൻറ്റ് 24-25 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എല്ലാ ആഴ്ചയിലും പറയുന്നുണ്ട്, നമ്മളെ വോളിയം പ്രൊഫൈലിൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ വീക്കിലി ലെവൽ എടുക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടാവും, ഏകദേശം അവിടെ നിന്നാണ് 93 സെല്ലെടുത്തിട്ടാണ് ഏകദേശം 130 പോയിൻറ്റ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ അതേപോലെ തന്നെ നമുക്ക് ബൈയിൽ വരെ ഏകദേശം 65 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് ഏകദേശം 350 പോയിൻറ്റ് നമ്മളെ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീക്ക് ലെവലിൽ എല്ലാ ആഴ്ചയിലും നമുക്ക് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ SL എത്രയാണ് വേണ്ടത്? കാരണം ഇതിനകത്ത് SL ഏകദേശം 7 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഡിസ്കൗണ്ടിൽ നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള SL എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇൻ കേസ് ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ, അല്ല മീൻസ് ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ, മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് നഷ്ടം വരാറില്ല. നമ്മൾ ക്യാപിറ്റൽ അവിടെ നിൽക്കും. ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ക്യാപിറ്റൽ പോവുള്ളൂ. ഇൻ കേസ് ലോസ് ആണെങ്കിൽ, ട്രേഡ് എടുത്തില്ലെങ്കിൽ ക്യാപിറ്റൽ സേഫ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ റിസ്ക്കിൽ 1-2 പോയിൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 10-27 പോയിൻറ്റിൻ്റെ മൂവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വേണ്ട ആളുകൾക്ക് ഈ ലെവൽ മാർക്ക് ചെയ്യുക. വീക്കിലി ലെവൽ ഇതാണ്, OINDയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. ഓക്കെ, നോർമലി ഞാൻ സാറ്റർഡേ സൺഡേ ആയിട്ട് വീഡിയോ ചെയ്യാറുള്ളതാണ്. തിരക്കുള്ളത് കൊണ്ട് എനിക്ക് തരാൻ വേണ്ടി പറ്റിയിട്ടില്ല യൂട്യൂബിൽ. പക്ഷേ ഞാൻ എൻ്റെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് ഇന്നലെ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറയില്ല നോർമലായിട്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇൻട്രാഡേ ബേസിൽ നമ്മൾ 2 ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 1 മിനിറ്റ് ക്യാൻഡിലാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് രാവിലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി. ഏകദേശം ഒരു 3 സംതിങ്ങിന് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, 3:40 സംതിങ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് പോയി ഇവിടെ നിന്ന് ഒരു ബൈ വരും പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.86 to 83. ഓക്കെ, ഏകദേശം ഒരു 3 പോയിൻറ്റിൻ്റെ SL-ആണ് നമുക്ക് ഫസ്റ്റ് ബൈ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം ഇന്നത്തെ ക്ലോസിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 33 പോയിൻറ്റ്, ഏകദേശം 3 പോയിൻറ്റ് റിസ്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, 3 പോയിൻറ്റ് റിസ്ക് എടുത്തിട്ട് 33 പോയിൻ്റാണ് നമുക്ക് മൂവ് ചെയ്തത്. ഏകദേശം 1:12 മൂവ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ബൈ എടുത്തിട്ടുണ്ടായിരുന്നത് 0.5-ലാണ് ഞാൻ ബൈ എടുത്തിട്ടുണ്ടായിരുന്നത്. 0.2ൻ്റെ താഴെ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കും നമുക്ക് SL എന്ന് പറയുന്നത്. ഒറ്റ ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വിക്ക് വന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെ പുഷ് ചെയ്ത് പോയി. പക്ഷേ അതിൻ്റെ താഴെ ഏറ്റവും ഡിസ്കൗണ്ടിലൊക്കെ എടുത്ത ആളുകൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 3-4 പോയിൻ്റാണ് എൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അവിടുന്ന് മാർക്കറ്റ് നമ്മൾ ഇന്നത്തെ ഹൈയിലേക്ക് വരക്കുകയാണെങ്കിൽ ഏകദേശം 23 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിൻ്റൊക്കെ റിസ്ക് എടുത്ത ആളുകൾക്ക് ഈസി ആയിട്ട് 25 പോയിൻ്റ് അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഗോൾഡിൽ നമുക്ക് ഇൻട്രാഡേ ബേസിൽ ഞാൻ കൊടുത്ത് വെച്ചിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. സെൽ ആക്റ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ താഴെ പോയിട്ട് മാർക്കറ്റിൽ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ല് നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോൾഡിൽ ഉണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത്. ഇതും ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ രാവിലെ 3:15 കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊടുക്കാത്ത ലെവലിനെ പറ്റിയിട്ട് ഞാൻ നോർമലി പറയാറില്ല. ഓക്കെ, അതിനുശേഷം നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയിൽ ഞാൻ ഓൾറെഡി ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിൻ്റെ മേലെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ മാർക്കറ്റിൽ 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ക്യാൻഡിൽ പോലും ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റ് നേരെ താഴോട്ടാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പുട്ടാണ് രാവിലെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കോൾ ആക്റ്റീവ് ആയത് നമ്മൾ ഈ ഒരു ലെവലിലാണ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്ത ചാർട്ടും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണെന്ന് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഈ ലെവലിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൾ സൈഡിലേക്ക് പോവാം. 287 നിങ്ങൾ SL. പക്ഷേ 287ൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ മാർക്കറ്റ് വീക്കാണ്, പുട്ട് സൈഡിലേക്ക് ട്രേഡ് ചെയ്യാമെന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഏകദേശം താഴെ ഓപ്പൺ ചെയ്തു. കറക്റ്റ് നമ്മൾ 287 വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്തത് ഫോൾ ആയിട്ടുള്ളത്. ഓക്കെ, ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 130 പോയിൻറ്റ് മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ടായി. നമുക്ക് എസ് എൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 10 പോയിൻറ്റ് മാത്രമാണ് നമുക്ക് എസ് എൽ വരുന്നുള്ളൂ. അതിന് അഗൈൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ലെവൽ ടാപ്പ് ചെയ്തില്ല. അതിന് മുന്നേ മാർക്കറ്റ് ചെറിയൊരു ഫോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സി ആക്റ്റീവ് ആയത്, ഓക്കെ, നമ്മൾ ഫ്യൂച്ചറിൻ്റെ ലെവലിൽ സി ആക്റ്റീവ് ആയത് ഏകദേശം 157 റേഞ്ചിലാണ്. അവിടുന്ന് ഏകദേശം 130 പോയിൻറ്റ് എന്ത് ചെയ്തില്ല, സി സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഡാറ്റ സി ആയിരുന്നു. അതുകൊണ്ട് നമ്മളെ ഫ്യൂച്ചറിന് ശരി ഡാറ്റ സി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് പോയി സി മേടിച്ച് ഹോൾഡ് ചെയ്യല്ല ചെയ്യുന്നത്. നമുക്ക് ഫ്യൂച്ചറിൻ്റെ ലെവലിൽ കറക്റ്റ് ടാപ്പ് ചെയ്തപ്പോൾ ഏകദേശം അവിടെ നിന്ന് 130 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, അപ്പ് സൈഡൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് വേറൊരു ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഈ ലെവലിൻ്റെ മേലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് റീടെസ്റ്റ് ഏകദേശം 213 ബൈയും 210 നമുക്ക് എസ് എൽ ആയിട്ട് വന്നിട്ടുള്ളത്. അവിടെ നിന്നും മാർക്കറ്റ് ജസ്റ്റ് 3 പോയിൻറ്റിൽ എസ് എല്ലിന് മാർക്കറ്റ് ഏകദേശം 28 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 3 പോയിൻറ്റ് റിസ്കിലാണ് ട്രേഡ് എന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, 28 പോയിൻറ്റ് മൂവ് ചെയ്തു. വീണ്ടും അവിടെ വന്നു. അവിടുന്ന് സ്റ്റിൽ മാർക്കറ്റ് 25 പോയിൻറ്റ് വീണ്ടും മൂവ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കത്തില്ല. അതിനുശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളായി താഴെ പോയി. വീണ്ടും ലെവലിൻ്റെ മേലെ വന്നു മാർക്കറ്റ്. അതിനുശേഷം ലെവലിൽ കറക്റ്റ് 230 ലെവലിൽ. കാരണം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാതിരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഓൾറെഡി 2 പ്രാവശ്യം അതിൻ്റെ മേലെ പോയതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഹെവി ബൈയിങ് ക്യാൻഡിലാണ് വന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, 230 റേഞ്ചിൽ നമുക്ക് വീണ്ടും ബൈ ഉണ്ട്. 228 താഴെ നമുക്ക് ക്ലോസിങ് 1 മിനിറ്റ് ക്ലോസിങ് ആയിരിക്കും നമുക്ക് എസ് എൽ ആയിട്ട് വരുന്നത്. ഏകദേശം 3.4 പോയിൻ്റ് ആയിരിക്കും വരുന്നത് നമുക്ക് എസ് എൽ ആയിട്ട് വരുന്നത്. അവിടുന്ന് മാർക്കറ്റ് 10.55 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 50 പോയിൻറ്റിന് മേലെ മൂവ് ചെയ്തിട്ടുണ്ട് ഈ 3.4 പോയിൻറ്റ് റിസ്കിൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഈ ലെവൽസ് ഈ 4 ലെവൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 4 ലെവൽസ് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തതാണ്. പിന്നെ ലാസ്റ്റ് ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പുട്ടിൽ റെസിസ്റ്റൻസിൽ എന്താണ് CS സ്കാലപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ഇതാണ് റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, അവിടുന്ന് മാർക്കറ്റ് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് കറക്റ്റ് നമ്മളെ ലെവലിൽ വന്ന് 280 വന്നു. നമ്മൾ എസ് എൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മേലെ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കും. ഓക്കെ, 279 വരെ വന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു, 245 വരെ മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം 30 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫോൾ ആയതാണ് ഞാൻ ലാസ്റ്റ് കൊടുത്ത ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതെല്ലാം വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു ലെവലിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കൊടുക്കാത്ത ലെവലിനെ പറ്റി ഞാൻ പറയത്തുമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം ആളുകൾക്ക് വോളിയം പ്രൊഫൈൽ പഠിക്കാനും ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും. വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ചെറിയ പോയിൻ്റ് എസ് എല്ലാണ് റിസ്ക് കൊടുക്കാറുള്ളൂ. നമ്മൾ ഒരിക്കലും വലിയ പോയിൻ്റ് റിസ്ക് എടുക്കാറില്ല. നമുക്ക് ഡാറ്റ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യില്ല. നമുക്ക് പ്രോപ്പർ SL പ്രോപ്പർ കാര്യങ്ങൾ എല്ലാ ലെവൽസും നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ലെവൽസ് മാർക്ക് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് അഫോർഡബിളായ റിസ്കിൽ ട്രേഡ് ചെയ്യുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പക്ഷേ ഞാൻ ലെവൽസ് തരുമ്പോൾ അത് നിങ്ങൾക്ക് വോളിയം പ്രൊഫൈലിൽ നിങ്ങൾ പഠിപ്പിച്ച സെയിം സെറ്റപ്പിലായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ വരക്കാനും അത് വെച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ആക്കി തരും. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബ്ലൈൻഡായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ഗോൾ എടുക്കുക, പുട്ടെടുക്കുക, ട്രേഡ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. ആ മെത്തേഡിലാണ് നിങ്ങൾക്ക് ലെവൽസ് തരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ഡൗട്ട്സ് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് വഴി ലെവൽസും കോഴ്സുമായിട്ട് തരുന്നത്. ഓക്കെ, അല്ലാതെ പ്യുവർ ഒരു ടിപ്പ് എന്നുള്ള സംഭവമല്ല. തരുന്ന എന്താണ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന എന്താണ്, അത് നിങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലും ലോസ് കിട്ടുകയാണെങ്കിലും അത് എന്തുകൊണ്ട് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.